ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പീഡാനുഭവത്തിന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ യേശു ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുകയല്ല, അവനിങ്ങനെ തുടരുന്നു: അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു ശിഷ്യർക്ക് സഹനങ്ങളുടെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ സ്വീകരിക്കാവുന്ന ഏക മാതൃക ഇത് മാത്രമാണ്. ഒരു ചെറിയ പ്രായത്തിൽ ഈ നിദ്രയിലൂടെ നമ്മിൽ നിന്നും ശാരീരികമായ ഒരു വേർപാട് പ്രിയപ്പെട്ട ജയാമ നമ്മളോട് ചോദിക്കുകയാണ്. രോഗസൗഖ്യത്തിനായി നമ്മളിൽ അനേകം പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ദൈവം തീർച്ചയായിട്ടും സ്വീകരിച്ചിട്ടുമുണ്ട്. പഴയ നിയമത്തിൽ സിംഹങ്ങളുടെ വായ് ബന്ധിക്കുന്ന ദൈവികമായ ഇടപെടലിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുപോലെ തീച്ചൂളയിലേക്ക് എറിയപ്പെട്ട 3 ബാലന്മാരെ തീച്ചൂളയ്ക്ക് നടുവിൽ ഹിമഗണത്തിൻ്റെ കൂടാരം തീർത്ത് സംരക്ഷിച്ച ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിനെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആത്മീയത തികച്ചും വ്യത്യസ്തമാണ് എന്ന് അവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരുടെ ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. 12 ശിഷ്യന്മാരിൽ 10 പേരും കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിൻ്റേതാണ്. ഇത് സൂചിപ്പിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചില്ല എന്നുള്ളതല്ല. ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ടല്ല അവർ ദൈവത്തെ, ഈശോയെ അന്വേഷിച്ചത്, പിൻചെന്നത്. മറിച്ച് ഈ ലോകത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശയിലാണ് അവർ ഈശോയെ അനുഗമിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ ഏറ്റവും വിഡ്ഢികളായ മനുഷ്യരാണ്. നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. ബൈബിളിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ജോബിൻ്റെ പുസ്തകമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് ജോബിൻ്റെ 10 മക്കളും ഒന്നിനു പുറകെ ഒന്നായി എല്ലാവരും കൊല്ലപ്പെടുകയും സമ്പൽ സമൃദ്ധമായ അദ്ദേഹത്തിൻ്റെ ജീവിതം, ആടുമാടുകളും മുഴുവൻ സമ്പത്തും നശിക്കുകയും ഈ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി മാത്രം 4 സേവകന്മാർ അവശേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ വാർത്ത അദ്ദേഹത്തോട് വന്ന് പറയുമ്പോൾ ജോബ് ഇപ്രകാരമാണ് ചെയ്യുന്നത്. അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുന്നു: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ഗുണപരമായ ഒരാരാധനയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് സാധിക്കും. എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുമ്പോഴും പ്രാർത്ഥിച്ചതിന് വിപരീതമായി ദൈവം പ്രവർത്തിക്കുന്നു വേണ്ടി ഞാൻ പിരപ്പങ്കോട് ഹോസ്പിറ്റലിൽ ചെന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ കൈ പിടിച്ച് ചുംബിച്ചു. ഞാൻ ചോദിച്ചു, വേദനയുണ്ടോ? എന്നോട് പറഞ്ഞു, വേദനയുണ്ട്, ഞാനത് നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയാണ്. കൊടിയ വേദനയുടെ ഇടയിലും ദൈവത്തെ പഴിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്യാതെ തൻ്റെ സഹനങ്ങൾ തൻ്റെ വിശുദ്ധീകരണത്തിനും തന്നോട് ചേർന്ന് നിൽക്കുന്ന
പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ച ഒരു സ്ത്രീയാണ് പ്രിയപ്പെട്ട ജയാമ. ഏറെ വർഷങ്ങളായിട്ട് പ്രിയപ്പെട്ട ജയാമയെ എനിക്കറിയാം, എന്നെപ്പോലെ തന്നെ ഈ പുരോഹിതർക്കൊക്കെ അറിയാം. കാരണം ഞങ്ങളെല്ലാ പുരോഹിതരോടും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരു വലിയ ആത്മബന്ധം എപ്പോഴും പുലർത്തുന്നുണ്ട്. അത് പ്രിയപ്പെട്ട ഡാനിയേലച്ചൻ്റെ മൂത്ത സഹോദരി ആയതുകൊണ്ടും പ്രിയപ്പെട്ട ജോബിനച്ചൻ്റെ അമ്മയായതുകൊണ്ടുമൊക്കെയാണ്. ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു സാഹോദര്യ ബന്ധത്തിൽ ഒരു വലിയ സ്നേഹം സ്വീകരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ജോയിച്ചാനും ജയാമയും വളരെ മാതൃകാപരമായ ഒരു കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അവർ മാതൃകയായിത്തീരുന്നത്. ജീവിതത്തിൻ്റെ കഠിനമായ വഴികൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദൈവം ദാനമായി നൽകിയ 2 മക്കളെയും അതിശക്തമായ ദൈവവിശ്വാസത്തിൽ വളർത്തി എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ട ജയാമയ്ക്ക് പള്ളിയിൽ വന്ന് എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കാനും സജീവമായി മാതൃസംഘത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ വ്യാപരിക്കാനും പറ്റുന്ന ഒരു ശാരീരിക സ്ഥിതി ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ തൻ്റെ രോഗാവസ്ഥയോ വേദനയോ ഈ കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ ജയാമയെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ റീത്ത് സമർപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, 9ാം ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം ആ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടല്ല, ശാരീരികമായ പലതരത്തിലുള്ള സംബന്ധമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും കർത്തൃ ശുശ്രൂഷയ്ക്ക് നിരന്തരം സമയം കണ്ടെത്തുവാൻ ജയാമ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മ നിത്യസമ്മാനത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2ാമത്തെ ലേഖനം 5ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായി മാറേണ്ടത് ഈ ഒറ്റ കാര്യം മാത്രമാണ്. പ്രിയപ്പെട്ട ജയാമ ജീവിതത്തിലുടനീളം പരിശ്രമിച്ച ഒരു കാര്യം ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ശരീരത്തിലായിരുന്നപ്പോൾ തൻ്റെ സഹനങ്ങൾക്കിടയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഈ അമ്മ പരിശ്രമിച്ചത്. ഇപ്പോൾ ശരീരം വേർപെട്ട് കഴിയുമ്പോൾ താൻ ഈ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ചെയ്യുകയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തുക, എവിടെയാണെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് ഈ അമ്മ ശരീരത്തിൽ നിന്നും മാറ്റപ്പെട്ട് മാലാഖമാർക്ക് സദൃശമായ ഒരു ജീവിത ക്രമത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഈ കുടുംബം ഈ അമ്മയെ ഈ മരണത്തിന് വേണ്ടി വളരെ ഭംഗിയായിട്ട് ഒരുക്കി എന്നെനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഈ രോഗത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് അമിത വൈകാരികതകളൊന്നുമില്ലാതെ ഈ അമ്മയെ ഈ മരണത്തിന് വേണ്ടി ഒരുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 ദിവസം മുമ്പ് കൂടി വാർഡിലേക്ക് മാറ്റിയ സമയത്ത് എല്ലാവരും ചേർന്ന് നിന്ന് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അമിത വൈകാരികതയോടുകൂടി അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥനയോടുകൂടി ഈ അമ്മയുടെ സമീപത്ത് പ്രിയപ്പെട്ട ജോബിനച്ചനും പ്രിയപ്പെട്ട ജോയ്സും സഹോദരങ്ങൾ എല്ലാവരും, പ്രിയപ്പെട്ട ഡാനിയലച്ചനും സ്നേഹ സിസ്റ്ററും എല്ലാം ഉൾപ്പെടെ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉൾപ്പെടെ അവിടെ പ്രാർത്ഥനയോടുകൂടി ഈ അമ്മയെ ഒരുക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുകയാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പക്വമായ ഒരു ഉദാഹരണം ഈ കുടുംബം നമുക്ക് കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ട ഡാനിയലച്ചൻ ലോകത്തിലുള്ള ധാരാളം ആളുകൾക്ക് വചനം പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു സുവിശേഷകനാണ്.
അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, വചനം കൊണ്ട് മനുഷ്യൻ്റെ മനസ്സുകളിൽ മാനസാന്തരം ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും അവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിരന്തരം ആത്മാവിൻ്റെ പ്രേരണ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ശിഷ്യത്വത്തിൻ്റെ മഹനീയമായ മാതൃകയാണ് ഈ കുടുംബത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ വലിയ ഒരു ദുഃഖത്തോടു കൂടിയല്ല, മറിച്ച് ഉള്ളവരുടെ ഹൃദയത്തിലുള്ള ആത്മധൈര്യത്തോടു കൂടിയാണ് ഈ അമ്മയെ, ഈ കുടുംബവും നമ്മൾ ഓരോരുത്തരും യാത്രയാക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരോ ഒരാൾ നമ്മുടെ കൺമുമ്പിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നത് പോലെയോ ജോലി ചെയ്യാൻ പോകുന്നത് പോലെയോ കരുതിക്കൊണ്ട് എവിടെയാണെങ്കിലും അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ നിരന്തരം വ്യാപരിക്കാനുള്ള ഒരു പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതം. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം എന്നുള്ളതാണ്. ഈ 10 കന്യകമാരിൽ ആരാണ് വിവേകവതികൾ, ആരാണ് വിവേകശൂന്യർ എന്ന് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറയുക അസാധ്യമായിരുന്നു. കാരണം അവർ 10 പേരും ഒരേപോലെ ജീവിച്ചിരുന്നവരാണ്, ഒരേ പ്രവൃത്തികൾ ചെയ്തവരാണ്, ഒരുപക്ഷെ ഒരുമിച്ച് പള്ളിയിൽ പോയിരുന്നവരും ആയിരിക്കും. ഒരു നിദ്രയ്ക്ക് ശേഷമുള്ള ഉണർവിലാണ് അവരിൽ 5 പേരായിരുന്നു വിവേകവതികളെന്നും 5 പേരായിരുന്നു വിവേകശൂന്യകളെന്നും മനസ്സിലാകുന്നത്. ആ ഉറക്കത്തിന് ശേഷം ഒരു ഉണർവുണ്ട്. ആ ഉറക്കത്തിന് ശേഷമുള്ള ഒരു ഉണർവിൽ അവനെ എതിരേൽക്കാനുള്ള എണ്ണ കരുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് രഹസ്യത്തിൽ കരുതുന്ന എണ്ണയാണ്, രഹസ്യത്തിൽ ചെയ്യുന്ന നന്മയാണ് ഈ കരുതൽ എണ്ണയായി നമ്മൾ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. അത്തരത്തിൽ തൻ്റെ എല്ലാ വേദനകൾക്കും രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ ഈ രഹസ്യ എണ്ണ ശേഖരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിനെ എതിരേൽക്കാൻ പോയ ഈ പ്രിയപ്പെട്ട ജയാമ്മയെ പ്രാർത്ഥനാപൂർവം നമുക്ക് യാത്രയാക്കാം. ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട ജോയിച്ചാനെയും പ്രിയപ്പെട്ട മക്കൾ ജോയ്സിനെയും പ്രിയപ്പെട്ട ജോബിനച്ഛനെയും പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജയാമ്മയുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഡാനിയേലച്ചനോടും കുടുംബത്തോടുമുള്ള തിരുവനന്തപുരം ഏതിരാതിരൂപതയിലെ എല്ലാ പുരോഹിതരുടെയും ദിവ്യ ബാബ തിരുമേനയുടെയും പേരിലുള്ള പ്രാർത്ഥനയും ബന്ധവും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം ഈ ആത്മാവിന് നിത്യശാന്തി നൽകുമാറാകട്ടെ. ആമേൻ.